കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച 4 പേരുടെ കുടുംബത്തിന് സർക്കാർ 25 ലക്ഷം രൂപ വീതം സഹായധനം അനുവദിക്കണമെന്ന് കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ യോഗം ശുപാർശ ചെയ്തു. സംഭവത്തിൽ മേയർ ഒ സദാശിവൻ, UDF പാർലമെന്ററി പാർട്ടി ലീഡർ SV ഷമീൽ തങ്ങൾ, BJP കൗൺസിലർ നവ്യ ഹരിദാസ് എന്നിവർ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നായിരുന്നു UDFന്റെ ആവശ്യം. സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും എന്തുകൊണ്ട് സർക്കാർ സഹായധനം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് BJP അംഗങ്ങളും ചോദിച്ചു. അതിനിടെ ഭരണ പ്രതിപക്ഷ ബഹളവും ഉണ്ടായി. തുടർന്നാണ് സർക്കാർ സഹായധനം അനുവദിക്കണം, വിഷയത്തിൽ സർക്കാർ തല അന്വേഷണം നടത്തണം, മരിച്ചവരുടെ കുടുംബത്തിന് ആശ്രിത നിയമനം നൽകണം തുടങ്ങിയ കാര്യങ്ങൾ ശുപാർശകളായി സർക്കാരിന് മുൻപിൽ അവതരിപ്പിക്കാൻ കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനിച്ചത്. പ്രശ്നത്തിൻ്റെ അകത്ത് മാക്സിമം നമുക്ക് കൊടുക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധിയാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. 4 പേർക്ക് ഓരോ ലക്ഷം വീതവും 50,000 രൂപ അല്ലേ പരിക്ക് പറ്റിയ ആൾക്ക്. ഇത് വളരെ വ്യക്തം, അതിനൊരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ എന്തിനാ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്? ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ചു നീക്കി ആളെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞ കൗൺസിൽ തീരുമാനിച്ചിട്ടില്ല. അത് പരമാർത്ഥമാണല്ലോ. നമ്മളെല്ലാ കക്ഷികളുമുള്ള കൗൺസിലായിരുന്നില്ലേ, തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ ആപ്പീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൽ കുറ്റകരമായ അനാസ്ഥയോ പോരായ്മയോ ഉണ്ടെങ്കിൽ പരിശോധിക്കട്ടെ. നമ്മളെന്തിനാ കാര്യത്തിൽ വിഷമിക്കുന്നത്? അപ്പോൾ ഈ വക കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ എന്തെങ്കിലും അപാകതകളോ പോരായ്മയോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തണം. അത് കണ്ടെത്തുന്നതിന് നാം നടത്തേണ്ടുന്ന ഒരു അന്വേഷണത്തിൻ്റെതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ സമഗ്ര തലത്തിലുള്ള അന്വേഷണം നടക്കണം.